BM7 എന്ന് പറയുന്ന ഒരു IC ഉണ്ട്. അത് റെഗുലേറ്റ് ചെയ്ത് തരും. നമ്മളെ ബാറ്ററിയിൽ നിന്ന് നമ്മളെ ഈ ബയോ ആംപ്ലിഫയർ എന്ന് പറയും. ഇതാണ് ബയോ ആംപ്ലിഫയർ. നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ ഏതൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, ചെയ്തില്ല, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ സർക്യൂട്ട് ഞാൻ തരാം. അപ്പോൾ ഇതാണ് അത്. ഇതിലേക്കും 5 വോൾട്ട് നമ്മൾ ഈ ഒരു ബാറ്ററി നിന്നാണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ഇലക്ട്രോഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷനല്ലേ ഇല്ലാത്ത പേഷ്യൻറ്റിന്. അപ്പോൾ അത് രണ്ട് നമ്മളെ എൻഡ് പോയിൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ റെഫറൻസ് പോയിന്റ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എവിടെയും കൊടുക്കാം. ഇവിടെയാണ് അതിൻ്റെ റെഫറൻസ് പോയിന്റ് കൊടുക്കുക. അപ്പോൾ ഇതാണ് ബയോ സിഗ്നൽസ്. നമുക്ക് ഈ വയറിലാണ് ഇങ്ങനെ വരിക. ഈ വയറിൽ വന്നിട്ട് ഈ അറ്റത്തതാ കൈ കണ്ട ഇത് കുറച്ച് മാറ്റി അവിടെയാണ് കൊടുത്തിരിക്കുന്നത് സിഗ്നൽ. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് കയറി നമ്മൾ ഇവിടെയാണ്. അത് ബയോ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് കയറും. ഇതാണ് ബയോ ആംപ്ലിഫയർ സെക്ഷൻ. നമ്മൾ ബയോ ആംപ്ലിഫയറിന് ബയോ സിഗ്നൽസ്, നമ്മൾ ബയോ സിഗ്നൽസിന് മാത്രം ഫിൽട്ടർ ചെയ്തിട്ട് നമ്മൾ, അതായത് സ്കിന്നിനൊരു ഫ്രീക്വൻസി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല എത്രയാണ്, ആ ഒരു ഫ്രീക്വൻസി നമ്മൾ എടുത്തിട്ട് അഡ്രിനോ നാനോ എന്ന് പറയും, പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് സിഗ്നൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ അനലോഗ് 6 അല്ല അന്ന് കൊടുത്താൽ അനലോഗ് 6 നമ്മൾ ഇതിലെ അനലോഗ് സിഗ്നലിനെ ഇതിൽ ഫീഡ് ചെയ്തിട്ട് എന്താക്കും, അഡ്രിനോയിൽ നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. ആ സിഗ്നൽ വരുന്ന ഒരു ഗ്രാഫിലൊരു വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യും. അതായത് ഓരോരോ പേഷ്യൻറ്റിന് ഓരോരോ വാല്യൂ ആയിരിക്കും. ഓരോരോ സിഗ്നൽസിൻ്റെ സ്ട്രെങ്ത് വേറെ ആയിരിക്കും. ഇപ്പോൾ എൻ്റേത് ഭയങ്കര വീക്കായിരിക്കും. നല്ല ആരോഗ്യവാനാണെങ്കിൽ നല്ല സ്ട്രെങ്ത് ഉള്ള മസിൽ സിഗ്നൽസ് കിട്ടും. അപ്പോൾ അതിന് നമ്മളൊരു പർട്ടിക്കുലർ ത്രെഷോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വാല്യൂ ആണ് നമ്മൾ ഇതിൽ സെലക്ട് ചെയ്യുക. അതിന് 45 തോന്നുന്നു ഞാൻ സെലക്ട് ചെയ്തത്, ആ കോഡിലുണ്ട്. അത് സെലക്ട് ചെയ്യും. ആ സിഗ്നൽ വരുമ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ മടക്കണോ അല്ല ഇത് മാത്രം മടക്കണം. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ ഒറ്റ ചാനലേ ഉള്ളൂ. ഇപ്പോൾ ഒറ്റ സിഗ്നലേ കിട്ടുള്ളൂ. ആ ചാനൽ നമ്മൾ എന്താക്കി, ഒറ്റ പ്രാവശ്യം വരുമ്പോൾ ഇത് മാത്രം മടക്കും. ഒന്ന് കാണിച്ചേ. ഒറ്റ പ്രാവശ്യം ഇങ്ങനെ